ന്യൂസ് ടെൻസ് തുടരുകയാണ്. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവായിരുന്ന മധുവിൻ്റെ കൊലപാതകത്തിൽ ആൾക്കൂട്ട വിചാരണ നടത്തിയാണ് മധു കൊല്ലപ്പെട്ടത്. ആ കൊലപാതകത്തിൽ ഇപ്പോൾ പ്രതികൾ എന്ന കോടതി, അതായത് ഹൈക്കോടതി വിലയിരുത്തിയിട്ടുള്ളവർ ഇവരാണ്. അതായത് ഇവർക്കുള്ള ശിക്ഷയാണ് നിലവിൽ വിധിക്കാൻ പോകുന്നത്. രണ്ടാം പ്രതിയായിട്ടുള്ള കിളിയിൽ മരക്കാർ എന്ന പ്രതി, മൂന്നാം പ്രതിയായിട്ടുള്ള ഷംസുദ്ദീൻ, അഞ്ചാമത്തെ പ്രതിയായിട്ടുള്ള രാധാകൃഷ്ണൻ, ആറാം പ്രതിയായിട്ടുള്ള അബൂബക്കർ, ഏഴാം പ്രതിയായിട്ടുള്ള സിദ്ദിഖ്, എട്ടാം പ്രതിയായിട്ടുള്ള ഉബൈദ് എന്നിവരുടെ ശിക്ഷ ഉടൻ തന്നെ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നജീബ്, ജയ്ജുമോൻ എന്നിവർ പ്രതികൾ ആക്കപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഈ പ്രതികൾക്ക് ഉള്ള ശിക്ഷ എന്ത് എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ഇനി ഹരീഷ്, ബിജു, മുനീർ ഉൾപ്പെടെയുള്ളവരും കുറ്റക്കാർ എന്ന് കോടതി തന്നെ കണ്ടെത്തിയിട്ടുള്ള പശ്ചാത്തലമുണ്ട്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 3 പേരെ കുറ്റവിമുക്തരാക്കിയിട്ടുണ്ട് കോടതി എന്നുള്ളതാണ്. അത് ഹുസൈൻ, അനീഷ്, അബ്ദുൽ കരീം എന്നിവരാണ്. ഇതിൽ അനീഷും അബ്ദുൽ കരീമും കുറ്റക്കാരല്ല എന്ന് നേരത്തെ തന്നെ വിചാരണ കോടതിയും കണ്ടെത്തിയിരുന്നു. ഇനി ഇതാ മറ്റു പ്രതികൾ, അതായത് ഈ കേസിലെ മറ്റു പ്രതികൾക്കുള്ള ശിക്ഷ വിധിയാണ് അറിയേണ്ടത്. 15 പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ പ്രതികൾക്കുള്ള ശിക്ഷ എന്തൊക്കെ എന്നതാണ് അറിയേണ്ടത്. ഇപ്പോൾ നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, 12:30-ക്ക് ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കും എന്നാണ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അല്പസമയത്തിനകം തന്നെ വിധി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? അഭിലാഷ്, എന്തായാലും 12:30യോടുകൂടി തന്നെ വിധി പ്രസ്താവിക്കും, ശിക്ഷാവിധി പ്രസ്താവിക്കുമെന്നായിരുന്നു അറിയാൻ സാധിച്ചത്. എന്തായാലും കേസ് പരിഗണിച്ച് എടുത്തിട്ടില്ല, കോടതി പരിഗണനയിൽ എടുത്തിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് പരിഗണിക്കും. അപ്പോഴറിയാം ഈ ഉള്ള പ്രതികൾ, 16 പ്രതികളിൽ 14 പേർക്ക് എന്ത് ശിക്ഷയാണ് കോടതി നൽകുന്നത് എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. ഇതിൽ ഒരു പ്രതിയായിട്ടുള്ള, അതായത് 16ആം പ്രതിയുടെ ശിക്ഷാവിധി ഉയർത്തി എന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഏത് വിധേയനെയാണ് ഉയർത്തിയതെന്ന് കൂടി അറിയേണ്ടതുണ്ട്. 3 മാസമായിരുന്നു നേരത്തെ 16ആം പ്രതിക്ക് 3 മാസത്തെ ശിക്ഷയും 500 രൂപ പിഴയുമായിരുന്നു ചുമത്തിയിരുന്നത്. അത് പോരാ എന്ന് കുടുംബമടക്കം ഉന്നയിക്കുന്ന സാഹചര്യമായിരുന്നു. പ്രതികൾക്കെല്ലാം പരമാവധി ശിക്ഷ, അതായത് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. എന്തായാലും കോടതി ഇന്നിപ്പോൾ ഹർജി പരിഗണിച്ചപ്പോൾ 3 പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യമായിരുന്നു. നേരത്തെ കീഴ്ക്കോടതി 2 പ്രതികളെ വെറുതെ വിട്ടിരുന്നു. 4, 11 പ്രതികളെയായിരുന്നു വെറുതെ വിട്ടത്. അതുകൂടാതെ 1-ാം പ്രതി ഹുസൈനെ കൂടി വെറുതെ വിടുന്ന സാഹചര്യമായിരുന്നു. അതിനുശേഷം ഈ അഭിഭാഷകൻ, പ്രതിഭാഗം അഭിഭാഷകൻ മാധ്യമങ്ങളോടായി പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഹുസൈനെതിരെ സാക്ഷി പറഞ്ഞവർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നവരല്ല. അതായത് 9-ഉം 11 പ്രതികൾ, 9-ഉം 11 സാക്ഷികളായിരുന്നു. ഹുസൈൻ ഈ മധുവിനെ മർദ്ദിക്കുന്നതിലുണ്ടായിരുന്നു. തങ്ങൾ അതിൽ ദൃക്സാക്ഷിയാണെന്ന സാക്ഷിമൊഴി നൽകിയത്. പക്ഷേ പിന്നീട് ഈ പ്രതിഭാഗം സംഭവ സ്ഥലത്തെ CCTV-കൾ, ഇവർ ഉണ്ടായിരുന്നിടത്തെ CCTV-കളെല്ലാം പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത്, മധു ആക്രമിക്കപ്പെടുന്ന സമയത്ത് ഹുസൈൻ എന്ന വ്യക്തി ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഈ സാക്ഷികൾ കള്ളസാക്ഷി പറയുകയായിരുന്നു. അതായത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഇവർ അവരുടെ കടകളിലായിരുന്നു, ഒരു കടയിലായിരുന്നു നിന്നിരുന്നത്. ആ സംഭവ സ്ഥലവുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി സ്ഥാപിക്കാൻ പ്രതിഭാഗത്തിന് കഴിയുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹുസൈനെ കോടതി വെറുതെ വിട്ടത്, 1-ാം പ്രതിയായിട്ടുള്ള ഹുസൈനെ വെറുതെ വിട്ടത്. ഇതിൽ അങ്ങനെയാണെങ്കിൽ 16 പ്രതികളിൽ 3 പേരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. കീഴ്ക്കോടതി 2 പേരെ മാത്രമാണ് വെറുതെ വിട്ടതെങ്കിൽ ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ 1-ാം പ്രതിയെ കൂടി വെറുതെ വിടുന്ന സാഹചര്യം. ബാക്കി 14 പ്രതികൾക്ക് എന്ത് ശിക്ഷ നൽകുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അതിൽ 16-ാം പ്രതിയുടെ ശിക്ഷാവിധി ഉയർത്തിയെന്നുകൂടി ഹൈക്കോടതി വ്യക്തമാക്കുന്ന സാഹചര്യമാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ കേസ് പരിഗണിക്കുമ്പോൾ ഇവരുടെ ശിക്ഷാവിധിയിൽ ഉടനെ തന്നെ തീരുമാനം അറിയാം. എന്തായാലും ശിക്ഷാവിധി കേൾക്കുന്നതിനായി മധുവിന്റെ അമ്മയും സഹോദരിയും ഉൾപ്പെടെയുള്ളവർ കോടതിയിലുണ്ട്. പ്രോസിക്യൂഷൻ അഭിഭാഷകൻ അതിനുശേഷം പ്രതികരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നവമി, ഇപ്പോൾ ഇതാ കേസ് വീണ്ടും കോടതി പരിഗണിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ കേസിലുള്ള ശിക്ഷാവിധി എന്തൊക്കെ എന്നത് സംബന്ധിച്ച് വ്യക്തത വരും. ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ള, അതായത് നേരത്തെ കീഴ്ക്കോടതി അടക്കം ശിക്ഷിച്ചവരുടെ ഒരു പട്ടികയാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടത് 1-ാമത്തെ പ്രതിയാണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. മറ്റു 13 പ്രതികൾ, ആകെ 16 പ്രതികൾ ആണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പ്രതികളെയായിരുന്നു കീഴ്ക്കോടതി വെറുതെ വിട്ടത്. ഇപ്പോഴിതാ മറ്റൊരു പ്രതിയെ കൂടി, 1-ാം പ്രതിയെ കൂടി വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ. അതോടൊപ്പം തന്നെ 2-ാം പ്രതിയായിട്ടുള്ള മരക്കാർ,
ഇപ്പോൾ കോടതിയിൽ വാദം ഉന്നയിക്കുന്നത് തൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കണം, തനിക്ക് പ്രായമായ അമ്മയുണ്ട് എന്ന ഒരു വാദം. അതായത് അവസാനമായി അന്തിമമായ ഒരു വാദം ആണ്. ഈ പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്താണ് പറയാൻ ഉള്ളത് എന്നതാണ് കോടതി ഇപ്പോൾ ആരായുന്നത് എന്നതാണ്. ശിക്ഷയോടെ എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന് പ്രതികളോട് ഇപ്പോൾ കോടതി ചോദിക്കുകയാണ്. ആ കോടതിയുടെ ചോദ്യത്തിനുള്ള പ്രതികരണം ആണ് ഇപ്പോൾ പ്രതികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോഴിതാ അന്തിമമായ ഒരു വിധി പ്രസ്താവത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. പിന്നീട് തീർച്ചയായും മേൽക്കോടതികളെ അടക്കം സ്വീകരിക്കാൻ അല്ലെങ്കിൽ അവർക്ക് മുന്നിലേക്ക് ഈ ഹർജി എത്തിക്കാൻ ഈ പ്രതികൾക്കെല്ലാം തന്നെ അവസരമുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ആണ് ഇപ്പോൾ ഈ കേസ് പരിഗണിച്ചുകൊണ്ടും ഇരിക്കുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതികൾക്ക് ഈ ഡേറ്റ നമ്മൾ ഒരിക്കൽ കൂടി ഫുൾ സ്ക്രീനിലേക്ക് പോകുമ്പോൾ ആ പ്രതികൾ ആരൊക്കെ എന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നു. ആ പ്രതികൾ ഇതാ ഇപ്പോൾ കാണുന്നത്. ഈ പ്രതികൾ രണ്ടാം പ്രതിയായിട്ടുള്ള മരക്കാർ, മൂന്നാം പ്രതിയായിട്ടുള്ള ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ളവർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുക? അതോടൊപ്പം തന്നെ നേരത്തെ കോടതി മുനീറിന് വളരെ ചുരുങ്ങിയ ഒരു ശിക്ഷയാണ് വിധിച്ചിരുന്നത്. 16ാമത്തെ പ്രതിയായിട്ടുള്ള മുനീറിന് കേവലം 500 രൂപയുടെ പിഴ, അതല്ലെങ്കിൽ 3 മാസത്തെ തടവ് എന്നതായിരുന്നു. ആ ശിക്ഷയടക്കം ഉയരുമോ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഇപ്പോഴിതാ അവസാനം, അതായത് വിധി പ്രസ്താവനത്തിന് തൊട്ടു മുമ്പായി ഈ പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കോടതി ആരായുകയാണ്. നവമി, ശിക്ഷാവിധിക്കും തൊട്ടു മുമ്പുള്ള ഒരു പ്രൊസീജിയർ ആണല്ലോ അത്. അതായത് ഈ കേസിൽ വിധി പ്രസ്താവിക്കുന്നതിന് മുമ്പ് പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്നത് കോടതി ആരായാറുണ്ട്. അങ്ങനെയുള്ള നടപടിക്രമങ്ങൾ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം പ്രതികൾക്കുള്ള ശിക്ഷ എന്ത് എന്നറിയാം. ഇപ്പോൾ ഈ പ്രതികൾക്ക് മാക്സിമം ശിക്ഷ എന്നത് 7 വർഷത്തെ കഠിന തടവാണ്. അതോടൊപ്പം മറ്റു വകുപ്പുകൾ കൂടി ചുമത്തിക്കൊണ്ട് ശിക്ഷ വിധിച്ചിരുന്നു. പക്ഷേ പ്രത്യേകമായി ശിക്ഷ അനുഭവിക്കേണ്ടതില്ല, ഒരുമിച്ച് ശിക്ഷ അനുഭവിച്ചാൽ മതി എന്നുള്ളതായിരുന്നു കീഴ്ക്കോടതിയുടെ നിലപാട്. അതിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. നവമി, അതെ, അഭിലാഷ്, ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഹർജി പരിഗണനയിൽ എടുത്തിട്ടുണ്ട്. അമ്മയുണ്ടെന്ന മരക്കാറ്, ഒരു പ്രതിയായിട്ടുള്ള മരക്കാറ് പറയുകയാണ്. എന്തായാലും ശിക്ഷയോട് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്നാണ് ഇപ്പോൾ പ്രതികളോടായി കോടതി ചോദിക്കുന്നത്. എന്തായാലും അമ്മയുണ്ട് എന്നൊരു ആ കാര്യം കൂടി, അമ്മയുണ്ട്, അതൊന്ന് പരിഗണിക്കണമെന്ന് മരക്കാർ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടി മാത്രമാണ്. കോടതി സ്വാഭാവികമായും പ്രതികളോട് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉന്നയിക്കാനുണ്ടോ എന്ന് ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിയാണ്. ആ നടപടികൾക്കൊടുവിൽ എന്താണ് കോടതിയുടെ ശിക്ഷാവിധി എന്നതാണ് ഉറ്റുനോക്കുന്നത്. ഇതിൽ 3 പ്രതികളെ വെറുതെ വിടുന്ന സാഹചര്യമായിരുന്നു. ഒന്നാം പ്രതി ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുമ്പോൾ എന്താണ് കോടതിയുടെ പ്രതിയുടെ ശിക്ഷ ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.